നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് മിത്രയുടെ പ്രകടനം എല്ലാം കണ്ട് അന്തം വിട്ടിരിക്കുവാണ് ആര്യന്. കാരണം മിത്ര ഇത്ര നന്നായിട്ട് ഓടുന്നൊക്കെ ആര്യന് അറിയണ്ടായിരുന്നില്ല. കാരണം ഇതിനു മുമ്പ് കുറച്ച് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടെന്നറിയാം. പക്ഷെ ഇവള് ഇത്രമാത്രം ഓട്ടക്കാരിയാന്നും ഇവൾക്ക് ഇത്ര കഴിവുണ്ടെന്നും അറിയില്ല. ആ സമയത്ത് ആര്യം പറഞ്ഞ് ഇന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ആ സമയത്താണ് മിത്ര തന്റെ ആഗ്രഹം പറയുന്നത്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? ഈ സ്പോർട്സിനൊക്കെ കൂടുന്ന സമയത്ത് ഒരു പോലീസ് ആവണം എന്നായിരുന്നു, ഒരു പോലീസുകാരി ആവണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ എന്റെ വീട്ടിൽ എന്റെ അച്ഛനോ ആരും ഇതിനായിട്ടും ചോദിച്ചിട്ടില്ല എന്റെ ആഗ്രഹം എന്താന്നുള്ള. ഇത് കേട്ടതും അവൻ ചോദിച്ചു, സത്യമാണോ നീ പറയണേ? നിന്റെ ആഗ്രഹം അതാണോ? അതെ, എനിക്കൊരു പോലീസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിന്റെ ആഗ്രഹം നമുക്ക് അങ്ങോട്ട് നിറവേറ്റാം. സത്യമാണോ പറയണേ? സത്യമായിട്ടുള്ള കാര്യമോ? ഒരു കാര്യം ചെയ്യാം, നീ ഇന്നു മുതൽ അതിനുള്ള പഠനം തുടങ്ങിക്കോ. ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് കാണും. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും കിട്ടും. അത് കേട്ടതും മിത്രയ്ക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നി. ആര്യം പറഞ്ഞു, അതെ, ടെസ്റ്റ് എഴുതി പാസ്സാവുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. കാരണം പഠിക്കാൻ നല്ല മിടുക്കിയാണ് മിത്ര. പിന്നെ ഫിസിക്കലി നമ്മൾ നല്ല ഇതായിരിക്കണം. ഫിസിക്കൽ ടെസ്റ്റിന് പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ജോലിയിലൊക്കെ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ അതിനുള്ള പ്രാക്ടീസും കൂടെ തുടങ്ങിക്കോ. ഇത് കേട്ടപ്പം മിത്രയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആര്യം പറഞ്ഞു, നമ്മളെ കൊണ്ടൊരു കാര്യം സാധിക്കുമെന്ന് വിചാരിച്ച് നമ്മളും കൂടെ മുന്നോട്ട് നീങ്ങുവാണെങ്കിൽ ഉറപ്പായിട്ട് സാധിച്ചെടുക്കും. അതിന് വേണ്ടുന്ന എന്ത് സഹായം ഞാൻ ചെയ്തു തരാം. അത് കേട്ടപ്പം മിത്ര സത്യമാണോ പറയണേ? സത്യമല്ലാതെ പിന്നെന്തിനു ഞാൻ കള്ളത്തരം പറയണം? മിത്രയ്ക്ക് സന്തോഷമായി. ഒരു ജോലി ഇപ്പൊ ശ്രീദേവി അടുത്തേക്കാണ് ജോലിയുണ്ട്, മീനാക്ഷി അടുത്തേക്കും ജോലിയുണ്ട്. അപ്പൊ തനിക്ക് മാത്രം ജോലിയില്ലാത്ത, താൻ മാത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കണേ. പിന്നീട് ആര്യം പറഞ്ഞു, എന്നാ ശരി, നീ കിടന്ന് ഉറങ്ങിക്കോളാൻ പറയാണ്. അങ്ങനെ മിത്ര കിടന്ന് കഴിഞ്ഞപ്പോ ആര്യനും കിടന്നു. അതിനുശേഷം ഇച്ചിരി കഴിഞ്ഞപ്പോ മിത്ര പതുക്കെ തലപൊക്കി നോക്കി. ആര്യൻ ഉറങ്ങിയോന്ന് ഇല്ല, ആര്യൻ തന്നെ തന്നെ നോക്കി കിടക്കുവാണ്. ആ സമയത്ത് ആര്യനെ നോക്കി ഒരു ചെറിയൊരു ചിരിയൊക്കെ വരുത്തിയിട്ട് മിത്ര എന്ത് ചെയ്യാണ്, പതുപ്പ് തലവഴിയിട്ട് മൂടുവാണ്. ഇത്രയും മിത്രയ്ക്ക് പിന്നെയും തോന്നി ആര്യനെ നോക്കണമെന്ന്. നോക്കിക്കഴിഞ്ഞപ്പോൾ ആര്യം വീണ്ടും തലപൊക്കി നോക്കുക. അങ്ങനെ കണ്ണി നോക്കി രണ്ടുപേരും കുറച്ച് സമയം കിടക്കുവാണ്. രണ്ടുപേർക്കും അറിയാം, കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ഇപ്പൊ അവര് തമ്മില്. ഇഷ്ടപ്പെടാതെയുള്ള വിവാഹമാണെങ്കിലും, ഒരിക്കലും പരസ്പരം മനസ്സിലാക്കാതെയുള്ള വിവാഹമാണെങ്കിലും ഇപ്പൊ അവർ പരസ്പരം മനസ്സിലാക്കുന്നുണ്ട്. ഒരാൾക്കൊരാളില്ലാതെ വയ്യ എന്നൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോവാണ്. രണ്ടിടത്താ കിടക്കുന്നെങ്കിലും അവരുടെ മനസ്സൊന്നാണ്, അവരാഗ്രഹിക്കുന്ന ഒന്നാണ്. മിത്രയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കാനായിട്ട് എന്തിനും തയ്യാറായിട്ടാണ് ആര്യം നടക്കുന്നത്. അവിടെ ഒരു IAS കാരിയാക്കണം എന്നാണ് ആര്യന്റെ മോഹം. ആ സമയത്താണ് മിത്ര പറയുന്നത്, തനിക്കൊരു പോലീസുകാരി ആകണം, അത് തന്റെ മോഹമാന്നുള്ള കാര്യം. അപ്പൊ എന്താണ് ആദ്യം നടക്കുന്നത്? പോലീസ് എങ്കിൽ പോലീസ്, അവളുടെ ആഗ്രഹം അതാണെങ്കിൽ അതെങ്കിലും നടക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു ആര്യന്റെ മനസ്സിൽ. ഈ സമയത്ത് മുറിയിലേക്ക് കിടക്കാനായിട്ട് ശ്രീദേവി വരുക. ശ്രീദേവിക്കാണ് വല്ലാത്തൊരു പെടച്ചിനുണ്ട്. എത്രമാത്രം കള്ളങ്ങളാ! കള്ളങ്ങളുടെ മേലെ കള്ളങ്ങൾ തന്നെ ഇങ്ങനെ പടച്ചു കൂട്ടി വെച്ചിരിക്കുക. ഇനിയിപ്പൊ എപ്പോഴാണോ ഇതെല്ലാം കത്തിയാൻ വരുന്നേ? അപ്പോഴേക്കും ആനന്ദം വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ ദേവി? ദേവി എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? എനിക്കറിയാം, സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ആയിരിക്കുമല്ലേ? ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നോട് പറ. സ്കൂളിൽ പോയിട്ട് കുട്ടികളുടെയൊക്കെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ശ്രീദേവി പറഞ്ഞു, അതാനന്ദേട്ടാ, കുഴപ്പമൊന്നുമില്ല, കുട്ടികളെല്ലാം നല്ല കുട്ടികളാ. സ്നേഹത്തോടെയാണോ പെരുമാറുന്നത്? പിന്നല്ലാതെ സ്നേഹത്തോടു കൂടിയാ പെരുമാറുന്നേ. ഇന്ന് എനിക്ക് ഇരട്ടി സന്തോഷം. ഒന്ന് ദേവിയുടെ പിറന്നാള്, പിന്നെ മറ്റൊന്ന് അറിയാലോ, നിനക്ക് ജോലി കിട്ടിയ ദിവസം. ഒരു ടീച്ചറുടെ ഭർത്താവാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അത് കേട്ടപ്പം ദേവിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ദേവി ചോദിച്ചു, ആനന്ദാണ് ഇത്ര എന്തിനാ അതിന് സന്തോഷിക്കുന്നേ? ഇഷ്ടംപോലെ ടീച്ചർമാരുണ്ടല്ലോ, അതുണ്ട്. പക്ഷെ എന്റെ ഭാര്യ ഒന്ന് ഒരു ടീച്ചറാന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോഴേക്ക് ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. എന്താ ദേവി? ദേവിയുടെ കണ്ണൊക്കെ എന്താ നിറഞ്ഞു വന്നിരിക്കുന്നേ? ഒന്നുമില്ല, വെറുതെ. അല്ല, എന്താ ഒരു കാര്യം ആലോചിച്ചു. അല്ല, എനിക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിനെയുള്ള കിട്ടിയെന്ന് ഓർത്തിട്ട് ഞാൻ സന്തോഷിച്ചാ. അതാണോ കാര്യം? ഇന്നിപ്പൊ കണ്ടില്ലേ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സന്തോഷം എന്താന്ന്. അവര് ദേവിയുടെ പിറന്നാള് മറച്ചു വെച്ചിട്ട് പോലും എല്ലാരും കൂടി ആഘോഷിച്ചില്ലേ? അത് ശരിയാ. എനിക്ക് എത്രമാത്രം സമ്മാനങ്ങളൊക്കെ തന്നെ. അവരുടെ സ്നേഹം എന്നും ഉണ്ടാവണം തന്നെ എന്റെ പ്രാർത്ഥന. ഇതൊക്കെ എനിക്ക് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതെന്താ ദേവി അങ്ങനെ പറഞ്ഞ്? നഷ്ടപ്പെടുന്നോ? എങ്ങനെ നഷ്ടപ്പെടാനാ? അതൊന്നും നഷ്ടപ്പെടില്ല. നമ്മൾ ഇവിടെ തന്നെയല്ലേ, പിന്നെ ഇങ്ങനെ ഈ സ്നേഹമൊക്കെ നഷ്ടപ്പെടുന്നേ? അതെ, എന്ന് നീ എന്നോടൊപ്പം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് ശ്രീദേവിയെ ചേർത്ത് പിടിക്കുകയാണ്. ശ്രീദേവിയുടെ നെഞ്ചി വിങ്ങുക. എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇത്രയും കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആനന്ദേട്ട പാവ. അതുകൊണ്ട് താൻ പറയുന്ന കള്ളത്തരങ്ങളെല്ലാം വിശ്വസിക്കുന്ന തന്റെ വീട്ടുകാർ പറയുന്നതൊക്കെ. ബാലൻ ഭയങ്കര കേമനാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും ബാലനൊന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ല ഇവരുടെ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ.
ആ, ഇത്രയും വലിയ കള്ളത്തരം കാണിച്ചിട്ട് ഉദയഭാനു നടന്നിട്ട് പോലും ഒരു സംശയം പോലും ബാലന്റെ മനസ്സിൽ തോന്നില്ല. ഇടയ്ക്കൊരു സംശയം തോന്നിയായിരുന്നു. എന്നാലും താൻ കണ്ടുപിടിച്ച ബന്ധമല്ലേ, അപ്പൊ ഒരിക്കലും അത് മോശമാവില്ല. നല്ല രീതിയിലുള്ള ബന്ധം തന്നെ താൻ ആനന്ദിന് കൊണ്ടുവന്നേ എന്നൊരു ചിന്തയായിരുന്നു ബാലന്റെ മനസ്സിലുണ്ടായിരുന്നേ. പിന്നെ അങ്ങനെ ആ, ബാലനും ഗോമതിയും കിടക്കുന്ന സമയത്ത് ബാലൻ ആ കാര്യം ഗോമതിയോട് പറയുന്നുണ്ട്. ഇപ്പൊ എനിക്കൊരു സന്തോഷമായി. ദേ ഇപ്പൊ നമ്മുടെ രണ്ട് മക്കൾ ജോലിക്കാരായി. ഇനിയിപ്പൊ അടുത്ത മിത്രയാണ് മരുമക്കളില്. മിത്രയ്ക്ക് ഇവിടെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അത് കേട്ടതും ഗോമതി പറഞ്ഞു, അവള് മിടുക്കിയ ആളും മിത്ര. അവൾ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇനി നമ്മുടെ അനുശ്രയുടെ പഠിപ്പൂടെ കഴിഞ്ഞ് അവൾക്കൂടെ ഒരു ജോലി കിട്ടിയാൽ മതി എന്നൊക്കെ അങ്ങനെ വലിയ പ്രതീക്ഷകളൊക്കെ കാണുവാണ് ബാലനും ഗോമതിയും. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം മിത്രയെ രാവിലെ തന്നെ വിളിച്ചെഴുന്നേപ്പിച്ച് ആര്യന്. എന്നിട്ട് പറഞ്ഞു, അതെ ഇന്നലെ രാത്രി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം മറന്നുപോയോ? മിത്ര ചാടി എഴുന്നേറ്റു. അതിനുശേഷം രാവിലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകണം. അപ്പം ഫിസിക്കലി നല്ല ഫിറ്റ് ആയിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിന് വേണ്ടി പോകണം. മിത്രയ്ക്ക് സ്പോർട്സിലൊക്കെ നല്ല താല്പര്യം ഉള്ളതുകൊണ്ട് മിത്രയ്ക്ക് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് പണ്ടത്തെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വീട്ടിൽ വെച്ച് അങ്ങനെയല്ലായിരുന്നു. സ്പോർട്സിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നല്ല ബോഡിയൊക്കെ നല്ല ഫിറ്റായിരുന്നു. വീണ്ടും മിത്ര പ്രാക്ടീസൊക്കെ തുടരുവാണ്. രാവിലെ തന്നെ പോയി പ്രാക്ടീസൊക്കെ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അൻസറിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷന്റെ കാര്യം വേറൊന്നുമല്ല, ദൈവമേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇനിയിപ്പം ആ ലോകനെ മുറ്റത്തിറങ്ങി ഒന്നും വിളിക്കാൻ പോലും പറ്റില്ല. കയ്യും കാലും കാണിക്കാനും പറ്റില്ല. അങ്ങനെ കാണിച്ചതിന് എല്ലാം CCTVക്കകത്ത് പതിയുകയും ചെയ്യും. അതൊക്കെ ഓർത്തിട്ട് വിഷമിച്ചിരിക്കുക. ഈ വിവരം എങ്ങനെയാ അലോകിനോടൊന്ന് പറയുന്നേ? CCTV പിടിപ്പിച്ചെന്നുള്ള കാര്യം എങ്ങനെയും പറയണം, അല്ലെങ്കിൽ അപകടമാണ്. അലോകിനി അവിടെ വന്നിരുന്നിട്ട് ഇങ്ങോട്ടെങ്ങാനും നോക്കി നിന്ന് കയ്യും കാലും കാണിച്ച CCTVക്കകത്ത് പതിഞ്ഞ അതോടുകൂടി തീർന്നു. പിന്നീട് അനുശ്രീ അലോകിനെ വിളിച്ച് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയാണ്. അങ്ങനെ വീട്ടിൽ നിന്നൊരു കള്ളത്തരമൊക്കെ പറഞ്ഞ് അലോകിനെ കാണാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ അലോകിനെ കണ്ടിട്ട് അലോകിന് കാര്യങ്ങളൊക്കെ പറയുവാണ്. ഇതുപോലെ CCTVയും കാര്യങ്ങളും പിടിപ്പിച്ചിട്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല, എനിക്ക് ഇനി അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങിയെന്ന് അധികം സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അതെല്ലാം കേട്ടിപ്പോ അലോക് പറഞ്ഞു, ആ കാര്യം ഓർത്ത് പേടിക്കണ്ട. തൽക്കാലത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തമ്മിൽ അധികം സംസാരവും കാര്യങ്ങളൊന്നും വേണ്ട. ഇനിയിപ്പം എങ്ങനെയെങ്കിലും അപ്പച്ചനെ ഒന്ന് വിശ്വസിപ്പിക്കണം. നമ്മൾ തമ്മിൽ ഒന്നുമില്ല, നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ആയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് കേട്ടപ്പോൾ അനുസരി പറഞ്ഞു, ഈ കാര്യം പറയാൻ വേണ്ടിയാ വന്ന. പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, അലോകനെ വിളിക്കാതിരിക്കാനൊന്നും പറ്റുന്നില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. സാരമില്ല, കുറച്ച് നാളത്തെ കാര്യമല്ലേ ഉള്ളൂ, എങ്ങനെയല്ലോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുവിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക. ആ സമയത്ത് ഗോമതി ഓർത്തു, പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ അനു അങ്ങനെ ഫോണൊന്നും വിളിച്ച് കാണുന്നില്ല. ഇനിയിപ്പൊ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പം അലോകുമായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ ഉപേക്ഷിച്ചോ, അതോ ഇപ്പൊ വേറെന്തേലും ആണോ? ഒന്നും ഗോമതിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഗോമതിക്ക് സംശയമുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് അനുസരിച്ച് വിശ്വസിക്കാനും പറ്റില്ല. ഈ സമയം ആകാശ് പതിവ് പോലെ കടയിലേക്ക് ചെല്ലുക. അങ്ങനെ കടയിൽ ചെന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ വിളിച്ചു. രവീന്ദ്രൻ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഒരു സ്ഥലം വരെ പോവാനുണ്ട്, കടയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാ. അത് കേട്ട് കഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞു, അതിനെന്താ അങ്ങളെ, ഞാൻ ഇപ്പോഴത്തേക്ക് വരാന്ന് പറയണം. അപ്പോഴേക്കാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത്. ബാലൻ വന്നിട്ട് ചോദിച്ചു, നീ ഇതെങ്ങോട്ടാടാ? എനിക്ക് പുറത്തു വരെ ഒന്ന് പോണം. അല്ല ഇപ്പൊ കടയിലേക്ക് വന്നല്ലേ ഉള്ളൂ, ഇപ്പോഴേ നീ ഇതെങ്ങോട്ടാ പോണേ? ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ധർമ്മമാമനും രാമേണ്ണൊക്കെ ഉണ്ടല്ലോ, അവര് നോക്കിക്കോളും എന്നും പറഞ്ഞിട്ട് കൂടുതലൊന്നും പറയാതെ ആകാശം അങ്ങോട്ടേക്ക് പോയി. ബാലന് ഭയങ്കര ടെൻഷനായിപ്പോയി. നേരത്തെ ആകാശം ഇങ്ങനെ ആയിരുന്നില്ല. ബാലൻ പോവണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പോകത്തില്ല, അവിടെ തന്നെ നിൽക്കും. ബാലൻ പറയുന്ന അപ്പടി അനുസരിക്കും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ആകാശിന് ആകാശിൻ്റെതായ ഇഷ്ടങ്ങളും കാര്യങ്ങളുമാണ്. ഒരിടത്ത് പോകണമെന്ന് പറഞ്ഞാൽ ആകാശം അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ആകാശം എന്ന് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അതെ കടയുടെ ഒരു പേപ്പർ വാങ്ങിക്കാനുണ്ട്, അതിനും കൂടെ സാങ്ഷൻ കിട്ടിയാൽ മാത്രമേ നമുക്കവിടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പറ്റുള്ളൂ. അത് ഇനിയിപ്പം മീനാക്ഷി ജോലി ചെയ്യുന്ന ഓഫീസിൽ നിന്ന് വേണം വാങ്ങിക്കാനായിട്ട്. ആ സമയത്ത് ആകാശ് പറഞ്ഞു, അതിനെന്താ അങ്ങളെ, നമുക്ക് രണ്ടുപേർ കൂടെ അങ്ങോട്ടേക്ക് പോവാം. അല്ല ഇന്ന് മീനാക്ഷി ഓഫീസിലേക്ക് വരില്ലേ? അവൾ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. ചെന്ന് കഴിഞ്ഞോണ്ട് പേപ്പർ കിട്ടൂലോ. പിന്നെ മീനാക്ഷിക്കാണ് ഈ കട അങ്ങനെ തുടങ്ങുന്നതോട് താല്പര്യമില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, എനിക്കറിയാം അവൾക്ക് അങ്ങനെ താല്പര്യം കാണത്തില്ലാന്ന്. നീ എന്തേലുമൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം ആകാശേ, അവളുടെ സ്വഭാവം അറിയാലോ. അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, ആദ്യം ഒരു കാര്യം ചെയ്യാം, പേപ്പറൊക്കെ മേടിച്ച് റെഡിയാക്കാം. അതിനുശേഷം നമുക്ക് മീനാക്ഷിയോട് കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ അവർ പേപ്പറും കൂടി മേടിക്കാൻ ചെല്ലുവാണ്. പിന്നീട് മീനാക്ഷിയെ പോയി കണ്ടു. മീനാക്ഷി എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ കട തുടങ്ങാനാന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടമായി. കാരണം ആകാശിനും കൂടെ വേടിയാന്ന് അറിഞ്ഞപ്പം. കാരണം മീനാക്ഷി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കട തുടങ്ങണ്ട, ഇതിന്റെ പിന്നാലെ നടക്കണ്ട, എനിക്കിഷ്ടമില്ല. അത് മാത്രമല്ല അത് ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കും, അച്ഛനൊക്കെ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമെന്ന്. പക്ഷെ ആകാശം അതൊന്നും അനുസരിച്ചില്ല. പിന്നീട് മീനാക്ഷി ആ പേപ്പർ കൊടുത്തില്ല. മീനാക്ഷി ദേഷ്യപ്പെടുവാണ് ആകാശിനോട്. അവർ രണ്ടുപേരും അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുവാണ്.
രജിസ്റ്റർ ഓഫീസിൽ കിടന്നിട്ട്. ആ സമയത്ത് വീണാമാടം അങ്ങോട്ട് വന്നു. വീണാമാടം ഇതൊക്കെ കേട്ടു. മീനാക്ഷിക്കാണ് സങ്കടം ഉണ്ടായിരുന്നു. മീനാക്ഷിയെ വെല്ലുവിളിക്കുന്നുണ്ട് ആകാശ്. അങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാം, നീ പേപ്പർ എന്തെങ്കിലും കുഴപ്പമില്ല, പേപ്പർ മേടിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയം രവീന്ദ്രൻ ചെന്ന് മീനാക്ഷിയോട്, എന്താ മോളെ ഇതൊക്കെ? ഒന്നും അല്ലേലും എന്ത് ആകാശിന് വേണ്ടിട്ടല്ലേ ഞാൻ ഈ കട തുടങ്ങാൻ തന്നെ തീരുമാനിച്ചത്. നിനക്കും ആകാശിനും വേണ്ടിട്ടല്ലേ, നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിട്ടല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നേ? എന്താണെങ്കിലും മോശമായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ഇറങ്ങിപ്പോയപ്പം മീനാക്ഷിക്ക് സങ്കടം വന്നു. മീനാക്ഷി അവിടെ നിന്ന് കരഞ്ഞപ്പം വീണാമാടം പോയി ആശ്വസിപ്പിക്കുകയാണ്. മീനാക്ഷിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പം ആകാശ് എങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദേവമംഗലത്ത് ഒറ്റപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മീനാക്ഷിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും ആ കാര്യം. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.